കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ലോകത്തിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നുള്ള സഹോദരി സഹോദരന്മാരോട് ചേർന്ന് ദൈവവചനത്തിന് മുൻപിൽ ഇരിക്കുവാൻ നിങ്ങളോടൊപ്പം എനിക്കും അവസരം ലഭിച്ചതിൽ ഞാൻ വളരെ സന്തോഷിക്കുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ചെയ്യുന്നു. മനോഹരമായ ഗാനങ്ങൾ നാം കേട്ടു. നാം ഇന്ന് കൂടി വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നുള്ള ആലോചനകൾ കേൾക്കാൻ വേണ്ടി കൂടിയാണല്ലോ. അതുകൊണ്ട് ഇനിയുള്ള സമയം ഒട്ടും പാഴാക്കാതെ ആ കാര്യത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ വിചാരിക്കുക. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുവാൻ പോകുന്ന വിഷയം എന്താണ് എന്ന് നേരത്തെ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ജീവിതത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട്, അവർ പെർസ്പെക്റ്റീവ് ഓൺ ലൈഫ്. ജീവിതത്തിൽ നാം ഓരോ കാര്യങ്ങളെ എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് കാണേണ്ടത്, ആത്മീയമായ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ എന്താ, അതിനെക്കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് അനേക വർഷങ്ങളായെങ്കിലും ആദ്യമായിട്ടാണ് ഈ വിഷയം ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇതുവരെ ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടില്ല. ഇതിൽ പറയുന്ന പല കാര്യങ്ങളും മറ്റു പ്രസംഗങ്ങളിലൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണെങ്കിലും ഈ വിഷയം അതിൽ തന്നെ ഒരു വിഷയമായിട്ടെടുത്ത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് സംസാരിക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് ഞാൻ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. നമ്മുടെ ജീവിതത്തിൽ വളരെ അത്യാവശ്യമായി നാം കേൾക്കുകയും അറിയുകയും ചെയ്യേണ്ട ഒരു കാര്യമാണിത് എന്ന് എനിക്ക് ബോധ്യം വന്നതുകൊണ്ടാണ് ഇത് സംസാരിക്കാം എന്ന് ഞാൻ ചിന്തിച്ചത്. ഇന്ന് രാത്രി നമ്മുടെ ഈ ധ്യാനം, ഈ പഠനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിന് പ്രയോജനകരമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേവലം ഈ കാര്യങ്ങൾ കേട്ട് അതിൻ്റെ പോയിന്റുകളൊക്കെ മനസ്സിലാക്കുക എന്നുള്ളതല്ല, അതിനേക്കാൾ ഉപരിയായി ജീവിതത്തിൽ നാം എല്ലാവരും ശരിയായ കാഴ്ചപ്പാടുള്ളവരായി, ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി തീരുവാനും ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെ ശരിയായ നിലയിൽ കാണുവാനുമുള്ള കണ്ണ് നമുക്കുണ്ടാകണം. നമ്മുടെ ഇന്നത്തെ യോഗം കൊണ്ട് സാധിക്കേണ്ട കാര്യം അതാ. പുതിയൊരു പ്രസംഗം പറയുക അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ളതല്ല. ജീവിതത്തിൽ നമുക്കറിയാം അനേക പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉള്ളതാണ് ഈ ലോക ജീവിതം. അതിൽ നിന്ന് ആരും ഒഴിവുള്ളവരല്ല. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അനുദിനം ഓരോരോ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ നാം എങ്ങനെയാണ് വീക്ഷിക്കുന്നത് അല്ലെങ്കിൽ വീക്ഷിക്കേണ്ടത്, എന്ത് കാഴ്ചപ്പാടിലാണ് ഈ കാര്യങ്ങളെ നാം കാണേണ്ടത്, എങ്ങനെയാണ് നാം ഇതിനോട് പ്രതികരിക്കേണ്ടത്, അതിനെക്കുറിച്ചാണ് തിരുവഴുത്തിൽ ചില കാര്യങ്ങൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെതായ കുറെ ആശയങ്ങൾ പറയുക എന്നുള്ളതല്ല, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ആ സത്യങ്ങൾ ഒന്ന് കാണിക്കുക എന്നുള്ളതാണ് ഇന്ന് രാത്രി എന്നിൽ പരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൗത്യം. എന്താണ് ഈ പറയാൻ ശ്രമിക്കുന്നതെന്ന് എല്ലാവർക്കും വ്യക്തമായിട്ടൊന്ന് മനസ്സിലാകാനായിട്ട് ഞാൻ ആദ്യം അല്പം വിശദീകരണം പറയാം, ഒന്ന് രണ്ട് ഉദാഹരണങ്ങളും പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആ വിഷയം എന്താണെന്ന് മനസ്സിലാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇറ്റ് ഈസ് നോട്ട് വാട്ട് ഹാപ്പൻസ് ടു യു, ബട്ട് ഹൗ യു ലുക്ക് അറ്റ് ഇറ്റ് ദാറ്റ് മാറ്റേഴ്സ്. നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, അതിനെ നാം എങ്ങനെ നേരിടുന്നു, എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് ജീവിതത്തിൽ നന്മയോ തിന്മയോ ആയി ഭവിക്കുന്നത്. ഒരേ കാര്യം തന്നെ പല ആളുകൾക്ക് സംഭവിച്ചെന്ന് വരാം. അതിൽ ചിലരുടെ ജീവിതത്തിൽ അത് നന്മയായിത്തീരും, അനുഗ്രഹമായിത്തീരും. ചിലരുടെ ജീവിതത്തിൽ അത് വലിയ തിന്മയായി അല്ലെങ്കിൽ ദോഷമായി, ദുഃഖമായി തീരും. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? ഒരേ കാര്യമാണ് പലർക്ക് സംഭവിച്ചത്. ചിലർക്കത് ഗുണമായി, ചിലർക്ക് ദോഷമായി. അപ്പോൾ ആ സംഭവിക്കുന്ന കാര്യത്തിലല്ല അതിൻ്റെ ഗുണവും ദോഷവും ഇരിക്കുന്നത്, ആ കാര്യത്തെ എങ്ങനെ കാണുന്നു, ആത്മീകമായ ദൃഷ്ടിയിലൂടെ നാം കാണുന്നുണ്ടോ, ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങളുടെ വെളിച്ചത്തിൽ ആ കാര്യത്തെ നാം വിശകലനം ചെയ്യുന്നുണ്ടോ, അതോ കേവലം ജഡീകമായി മാനുഷികമായ നിലയിൽ നാം അതിനെ കാണുകയാണോ? അതാണ് ഇന്ന് രാത്രി നമ്മുടെ വിഷയം. ഞാൻ ഒന്ന് രണ്ട് പ്രായോഗിക ഉദാഹരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവവചനത്തിലേക്ക് പോകാം എന്ന് വിചാരിക്കുക. ഒരു ചെരുപ്പ് കമ്പനിക്കാര് അവരുടെ ഒരു സെയിൽസ് റെപ്രസെന്റേറ്റീവിനെ
ഒരു ഉൾഗ്രാമത്തിലേക്ക് വിട്ടു. നീ ചെന്ന് ആ ഗ്രാമത്തിൽ ചെന്ന് അവിടെ ചെരുപ്പ് വിൽക്കാനുള്ള സാധ്യതകളൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് അവിടെ കച്ചവടം തുടങ്ങണം, അതിന് പോയി ഒരു സർവേ ഒക്കെ എടുത്തു വരാനായിട്ട് അവനെ വിട്ടു. അവൻ ചെന്ന് കഴിഞ്ഞ് അവിടെ എല്ലാം കണ്ടു, പരിശോധിച്ചു, ആളുകളോട് സംസാരിച്ചു, എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞ് അവനൊരു സന്ദേശം ഈ കമ്പനിക്ക് അയച്ചു. ഇവിടെ ചെരുപ്പ് ഉപയോഗിക്കുന്ന ആരുമില്ല, ഈ ഗ്രാമത്തിൽ ചെരുപ്പ് ഉപയോഗിക്കുന്നവരല്ല ആളുകൾ, അതുകൊണ്ട് ചെരുപ്പ് കച്ചവടത്തിന് ഒരു സ്കോപ്പും ഇല്ല. ചെരുപ്പ് ഉപയോഗിക്കാത്ത ആളുകളുടെ അടുത്ത് ചെരുപ്പ് വിൽക്കാൻ ചെന്ന് അങ്ങനെ വെക്കുന്നത്. അതുകൊണ്ട് ചെരുപ്പ് വിൽക്കാൻ ഒരു സ്കോപ്പും നമുക്കിവിടെ ഇല്ല, കാരണം ഈ ഗ്രാമത്തിലെ ആളുകൾ ചെരുപ്പ് ഉപയോഗിക്കുന്നവരല്ല. അദ്ദേഹം മടങ്ങി വന്നു. ഈ കമ്പനി വേറൊരു സെയിൽസ്മാനെ വിട്ടു ഈ ഗ്രാമത്തിലേക്ക്, അതേ സ്ഥലത്തേക്ക്. അദ്ദേഹം പോയി സർവേ ഒക്കെ ചെയ്തിട്ട് അദ്ദേഹം കമ്പനി അറിയിച്ചു, ഇവിടെ ഒരൊറ്റ മനുഷ്യന് ചെരുപ്പില്ല, ചെരുപ്പ് കച്ചവടത്തിന് ഏറ്റവും പറ്റിയ സ്ഥലമാണ്, അതുകൊണ്ട് നമുക്ക് ഉടനെ ഇവിടെ കച്ചവടം തുടങ്ങണം, കാരണം ഒരു മനുഷ്യന് പോലും ഇവിടെ ചെരുപ്പില്ല, അതുകൊണ്ട് ചെരുപ്പ് വിൽക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണ്, എത്രയും വേഗത്തിൽ നമുക്കിവിടെ ബിസിനസ് തുടങ്ങണമെന്ന് പറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഒരേ സംഭവമാണ്, ഒരേ കാര്യമാണ്, ഒരേ ഗ്രാമം. ആ ഗ്രാമത്തിൽ ആരും ചെരുപ്പിടുന്നില്ല. ഇതാണ് രണ്ടാളുകളും കണ്ടത്. പക്ഷേ ഒരാള് അതുകൊണ്ട് നമ്മുടെ കച്ചവടത്തിന് ഒരു പ്രയോജനവും ഉണ്ടാകില്ല എന്നുള്ള കാഴ്ചപ്പാടിൽ അതിനെ വീക്ഷിച്ചു. മറ്റൊരാള് ഇതുപോലെ നമ്മുടെ കച്ചവടത്തിന് സൗകര്യമുള്ള വേറൊരു സ്ഥലം വേറെ ഇല്ല എന്ന് അയാള് വിലയിരുത്തി. ഇപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരേ കാര്യം തന്നെയാണ്, പക്ഷേ രണ്ട് രീതിയിലാണ് അത് കാണുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളാണ് അനുദിനം ഉണ്ടാകുന്നത്. ചിലപ്പോൾ ചില ആളുകൾ നമ്മളോട് വഴക്കുണ്ടാക്കാൻ വന്നിരിക്കും, നമ്മളെ കുറിച്ച് ഇല്ലാത്തതൊക്കെ പറഞ്ഞു എന്ന് വരും, നമ്മെ കുറിച്ച് ദൂഷണം പറഞ്ഞെന്ന് വരും. അതിനെ നാം എങ്ങനെ എടുക്കുന്നത്? ചില ആളുകൾ വളരെ വിരോധത്തോടും വൈരാഗ്യത്തോടും കൂടെ, എന്നെ കുറിച്ച് പറയാൻ നീ ആരാ, നിന്നെ കുറിച്ച് പറയാൻ എനിക്കും അറിയാം എന്നുള്ള നിലയിൽ അതിനെ എടുക്കും. എന്നിട്ട് പിന്നെ അടുത്ത അനേക നാളുകൾ, വർഷങ്ങൾ വഴക്കും വയ്യാവേലിയും ഒക്കെ ആയിട്ട് ജീവിതം മുമ്പോട്ട് തള്ളിനിൽക്കും. എന്നാൽ വേറെ ചില ആളുകൾ ആത്മീയ കാഴ്ചപ്പാടിൽ അതിനെ എടുക്കും. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവ് കൊണ്ടാണാവോ ദൈവം ഇത് അനുവദിച്ചത്? ഒരു പക്ഷേ ഞാൻ എന്തെങ്കിലും പാഠം പഠിക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ടായിരിക്കും, എന്റെ അഹങ്കാരത്തിൽ നിന്ന് എന്നെ വിടുവിക്കാൻ ദൈവം ഒരു അവസരം തന്നതായിരിക്കും, അതുകൊണ്ട് ഞാൻ ഇയാളോട് പിണങ്ങണ്ട, എന്റെ ജീവിതത്തിൽ വല്ല കുറവുമുണ്ടോ നോക്കി ഞാൻ തിരുത്തിയാൽ മതി എന്ന് വേറൊരാൾ എടുക്കും. അയാൾക്ക് ഈ സംഭവിച്ച ഈ കാര്യം വളരെ നന്മയായി തീരും, അയാളുടെ സ്വഭാവ രൂപീകരണത്തിന് ഇത് നന്മയായി തീരും. ഞാൻ ഒരിക്കൽ ഒരു വനത്തിൽ വന്യമൃഗങ്ങളെ കാണാനായിട്ട് മറ്റു ചില സഹോദരന്മാരോടൊപ്പം പോയി. ഒരു കാറിൽ ഞങ്ങളിങ്ങനെ ആ വനത്തിൽ കൂടെ ഇങ്ങനെ യാത്ര ചെയ്ത്, അവിടെ ആനയും കാട്ടുപോത്തും മറ്റ് അനേക മൃഗങ്ങളുള്ള ഒരു വനമാണ്. അതിങ്ങനെ നോക്കി 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 ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് രണ്ടുപേര്, ഞങ്ങൾ 3 പേരാണ് പോയത്. എനിക്ക് വന്യമൃഗങ്ങളെ കാണുന്നത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പോയത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേര്, അവർക്ക് മൃഗങ്ങളെ കാണുന്നത് ഇഷ്ടമാണെങ്കിലും അവർ ബേർഡ് വാച്ചേഴ്സാണ്, അതായത് പക്ഷികളെ വളരെ ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. സകലതരം പക്ഷികളുടെ പേരെന്താ, ഇത് ഏതൊക്കെ രാജ്യത്താ ഉള്ളത്, ഇതിന്റെ സ്വഭാവം എന്താ, ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റു 2 പേര്. അവർക്ക് മൃഗങ്ങളെ ഇഷ്ടമാണ്, എന്നേ ഉള്ളൂ. ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്ക് കാര്യമായിട്ട് അധികം മൃഗങ്ങളൊന്നും കണ്ടില്ല. ആ കൂടെ കുറച്ചു ദൂരം ചെന്നപ്പോൾ ഒരു വലിയ കാട്ടുപോത്ത്, ശരിയായ കാട്ടുപോത്ത് അവിടെ ഒരിടത്ത് കിടക്കുന്നു. ഞങ്ങൾ പോകുന്ന വഴിക്ക് അരികിൽ ഒരു കാട്ടുപോത്ത് കിടക്കും. ഭയങ്കര കാഴ്ചയായിട്ട് എനിക്ക് തോന്നി. കാട്ടുപോത്തിനെ അടുത്ത് കാണാനൊരു അവസരം, കാട്ടുപോത്ത് അവിടെ കിടക്കുക. ഞാനിപ്പോൾ വളരെ എക്സൈറ്റഡ് ആയി, അതുകൊണ്ട് കാട്ടുപോത്ത് കാട്ടുപോത്ത്. പക്ഷേ ഈ കാട്ടുപോത്തിന്റെ ശരീരത്തിൽ ഒരു ചെറിയ കിളി ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉണ്ടായിരുന്നവർ പറയാം, താണ്ടി കണ്ടോ, കിളിയെ നോക്ക്, കിളി കിളി, ഇന്ന കിളി. എനിക്ക് ദേഷ്യവും കൂടെ വന്നു. കാട്ടുപോത്തിനെ കണ്ടപ്പോ അതിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാതെ അതിന്റെ പുറത്തിരിക്കുന്ന അടയ്ക്കാ കിളിയെ പോലെയുള്ള ഏതോ പ്രത്യേക കിളിയാ, എനിക്കതിനെ കുറിച്ച് അറിവില്ല,
പക്ഷെ ഈ കൂടെ ഉണ്ടായിരുന്നവർക്ക് അത് ഏത് കിളിയാണ്, എങ്ങനത്തെ കിളിയാണ്, അതൊക്കെ അറിയാം. അവർ ഈ കിളിയെ കുറിച്ച് അങ്ങ് എക്സൈറ്റഡ് ആകാൻ തുടങ്ങി. അണ്ട് കണ്ടോ, ആ കിളിയെ കണ്ടോ, എന്തൊരു മനോഹരമായിരിക്കുന്നു. രണ്ടുപേരും കണ്ടത് ഒരേ കാര്യമാണ്, കാട്ടുപോത്തും കാട്ടുപോത്തിന്റെ മുകളിൽ കിളി. ഇത് രണ്ടുപേരും കണ്ടത്. പക്ഷേ രണ്ടുപേരുടെ പ്രതികരണം വേറെയായി. മനസ്സിൽ എന്താണോ ഇരിക്കുന്നത് അതാണ് നാം കാണുന്നത്. എന്റെ മനസ്സ് നിറച്ച് വന്യമൃഗങ്ങൾ ഇരിക്കുക, അതിനെ കാണാൻ ഇറങ്ങിയിരിക്കുക, അതുകൊണ്ട് ഞാൻ അതിനെയാ കണ്ടത്. പക്ഷേ എന്റെ കൂട്ടു സഹോദരങ്ങളുടെ മനസ്സിൽ നിറച്ച് കിളിയ, അതുകൊണ്ട് കാട്ടുപോത്തിനെ അവർ മൈൻഡ് ചെയ്തില്ല, അവർ കിളിയെ കുറിച്ച് സംസാരിക്കുക. ഇത് വളരെ നല്ലൊരു ഉദാഹരണമാണ്. എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളിൽ കാട്ടുപോത്തിനെയാണോ കാണുന്നത്, കിളിയെയാണോ കാണുന്നത്? ചിലര് കാട്ടുപോത്തിനെ കാണും, ചിലര് കിളിയെ കാണും. അത് കാണുന്നതിന്റെ വ്യത്യാസമല്ല, രണ്ടുപേരും ഒരേ കാര്യമാണ് കാണുന്നത്. പക്ഷേ അത് എന്ത് കാഴ്ചപ്പാടിൽ അതിനെ വീക്ഷിക്കുന്നു, അതിലാണ് അതിന് വ്യത്യാസം ഇരിക്കുന്നത്. ഞാൻ ഒരു ഉദാഹരണം കൂടി ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഈ ആശയം നിങ്ങളുടെ മനസ്സിൽ ശരിയായിട്ട് ആഴ്ന്നിറങ്ങും. എന്നിട്ട് വചനത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ കാണിക്കാമെന്ന് വിചാരിക്കുക. ഒരിക്കൽ ഒരു മനുഷ്യൻ തന്റെ ഒരു സ്നേഹിതന്റെ പുതിയ താമസ സ്ഥലം കാണാനായിട്ട് പോയി. പട്ടണത്തിൽ നിന്നോ മറ്റോ ഒരു കുഗ്രാമത്തിലേക്ക് താമസം മാറ്റിയ ഒരു കൂട്ടുകാരനെ കാണാൻ പോയതാണ്. അദ്ദേഹം തപ്പിപ്പിടിച്ച് ആ കുഗ്രാമത്തിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ തന്റെ സ്നേഹിതന്റെ ഭാര്യ മാത്രമേ എവിടെയുള്ളൂ. അദ്ദേഹം പുറത്തോട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ഭാര്യ പറഞ്ഞു, സാറ് അവിടെ ഇരുന്നാട്ടെ, വരാന്തയിൽ ഇരുന്നാട്ടെ, ഞാനിപ്പോ ചായ ഉണ്ടാക്കി കൊണ്ടുവരാം, വീട്ടുകാരൻ പുറത്തോട്ടൊന്ന് പോയിരിക്കുക, ഇപ്പൊ വരും, അവിടെ നിന്ന് ഇരിക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ആ വരാന്തയിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീ ചായയൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു ഒരു കുശലം പറയാൻ തുടങ്ങി. അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു, എന്റെ സാറേ, ഞങ്ങൾ ഇങ്ങോട്ട് താമസം മാറ്റിയിട്ട് ഒരു കാക്ക പോലും ഈ ഗ്രാമത്തിൽ വരുന്നില്ല, ഒറ്റ മനുഷ്യൻ ഇതുവരെ വരുന്നില്ല, ഇത് കുറച്ച് ഉൾഗ്രാമമാണല്ലോ, എപ്പോഴും നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു കാക്കയെ പോലും ഇവിടെ വന്നിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഏതായാലും സാറ് വന്നത് വലിയ ഉപകാരമായി, സന്തോഷമായെന്ന് പറഞ്ഞു. അപ്പോൾ ഈ വന്നയാള് മുമ്പേ പറഞ്ഞ ഒരു ബേർഡ് വാച്ചർ ആയിരുന്നു, പക്ഷികളെ പഠിക്കുന്ന ആളായിരുന്നു. അപ്പൊ അയാൾ ഈ സ്ത്രീയോട് പറഞ്ഞു, എന്റെ സഹോദരി, ഞാനിവിടെ ഇരുന്ന ഈ 10 മിനിറ്റിനുള്ളിൽ കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ കാണാൻ ആഗ്രഹിച്ചിരുന്ന പലതരം പ്രത്യേക സ്പീഷീസ് ഓഫ് ബേർഡ്സിനെ ഞാനിവിടെ കണ്ടു. കാക്കയുടെ കാര്യം പോട്ടെ, കഴിഞ്ഞ അനേക വർഷങ്ങളായി ഞാൻ കാണാൻ വളരെ ആഗ്രഹിച്ചിരുന്ന പ്രത്യേക തരം ചില പക്ഷികളെ ഞാൻ ഈ തിണ്ണക്കിരുന്നപ്പം ഞാൻ കണ്ടെന്ന് പറഞ്ഞു. ഈ സ്ത്രീ പറഞ്ഞത്, ഒരു കാക്ക പോലും ഇതുവഴി ഇങ്ങ് വരുന്നില്ല. കണ്ടോ, എന്താ ഉള്ളിലിരിക്കുന്നത് അതാ കാണുന്നത്. ബേർഡ് വാച്ചറിന്റെ ഉള്ളിൽ നിറച്ച് പക്ഷിയാ, എവിടെ നോക്കിയാലും അതിന് പക്ഷിയാ കാണുന്നത്. ഈ സ്ത്രീ ഒരു സാധാരണ സ്ത്രീയാണ്, അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിവില്ല, അതുകൊണ്ട് അവര് പറയുന്നു കാക്ക പോലും വരുന്നില്ലെന്നാണ്. ഞാൻ ഇനി ഉദാഹരണം ഒന്നും പറയണ്ടല്ലോ. ഒരേ കാര്യമാണ് രണ്ടുപേരും നേരിടുന്നത്, പക്ഷേ രണ്ട് നിലയിലാണ് പ്രതികരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും എങ്ങനെയാണ്? ജീവിതത്തിന്റെ വിജയം എന്ന് പറയുന്നത് നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി അല്ല ഇരിക്കുന്നത്. നാം മിക്കവാറും പേര് വിചാരിച്ചിരിക്കുന്നത്, എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, ഞങ്ങളുടെ കുടുംബത്തിൽ രോഗം വന്നു, അതോടെ എല്ലാം തകർന്നു, ഞങ്ങളുടെ കുടുംബത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധുക്കളും വീട്ടുകാരൊക്കെ ഞങ്ങളോട് പിണങ്ങി, അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വളരെ ദുരിതത്തിലായി എന്നാണ്. അത് ശരിയല്ല. എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, അതിനോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഫലം നിശ്ചയിക്കുന്നത്. ആകട്ടെ, തിരുവെഴുത്തിലേക്ക് നമുക്ക് തിരിയാം. അനേക ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. ഇന്ന് സമയം അനുവദിക്കുന്ന ഉദാഹരണങ്ങൾ കാണിക്കാം എന്ന് ഞാൻ വിചാരിക്കുക. നമുക്ക് ആദ്യമായിട്ട് ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം. ഇയ്യോബിനെ കുറിച്ചൊക്കെ എൻ്റെ കേൾവിക്കാരായ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഗ്രാഹ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഇയ്യോബിന്റെ ചരിത്രമൊന്നും കൂടുതൽ ഞാൻ നിങ്ങളെ ഇപ്പൊ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകും എന്താണ് കാര്യം എന്ന്. നമുക്കറിയാം, ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞത് അവനെ പോലെ ഒരു മനുഷ്യൻ ഭൂമിയിലെങ്ങും ഇല്ലെന്നാണ്. എന്നാൽ സാത്താൻ വന്ന് അവനെ പരീക്ഷിക്കുവാൻ, അവനെ ബുദ്ധിമുട്ടിക്കുവാൻ ദൈവത്തിന്റെ അനുവാദം ചോദിച്ചു.
ഇയ്യോബ് വെറുതെയാണോ ദൈവഭക്തനായിരിക്കുന്നത്? നീ അവന് എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അവന് ചുറ്റും വേലി കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൻ ഭക്തനായിരിക്കുന്നത്, അല്ലാതെ വെറുതെ അല്ല. നീ അവനെ ഒന്ന് തൊട്ടു നോക്ക്, അവനുള്ളതിനെ ഒന്ന് തൊട്ടു നോക്ക്, അപ്പോൾ കാണാം അവന്റെ ഭക്തി എന്ന് ദൈവത്തെ വെല്ലുവിളിച്ചു. അതിന് മറുപടിയായിട്ട് സാത്താൻ പറഞ്ഞൊരു കാര്യം ദൈവം അനുവദിച്ചു. എന്താ അത്? 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം പറയുന്നത്, ദൈവം സാത്താനോട്, ഇതാ അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, അവന്റെ മേൽ മാത്രം കയ്യേറ്റം ചെയ്യരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധി വിട്ട് പുറപ്പെട്ടു പോയി. അവനുള്ളതൊക്കെയും നിന്റെ കയ്യിൽ ഇരിക്കുന്നു, നിനക്കതിനെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ ഞാൻ അനുവാദം തരുന്നു, പക്ഷേ അവന്റെ മേൽ ഒന്നും ചെയ്യരുത്. ഇതാണ് ദൈവം പറഞ്ഞത്. അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോ, ഇയ്യോബ് ദൈവസന്നിധി വിട്ടു പോയിട്ട് സാത്താൻ ദൈവസന്നിധി വിട്ടു പോയിട്ട് എന്താണ് ചെയ്തതെന്നാണ് താഴത്തെ ഭാഗത്ത് വായിക്കുന്നത്. അത് നിങ്ങളൊന്ന് ഓടിച്ചു നോക്കിയാൽ മതി, പിന്നീട് വായിച്ചാലും മതി, നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണല്ലോ. ഇയ്യോബിന് സംഭവിച്ച കാര്യം അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. വലിയ ഒരു നാശം ഇയ്യോബിന്റെ ഭവനത്തിൽ ഉണ്ടായി. ഇയ്യോബിന്റെ ഭവനത്തിൽ അവന്റെ പുത്രന്മാരും പുത്രിമാരും ഒരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിൽ അടിച്ച് അവർ മരിച്ചുപോയി. എത്ര ഭയങ്കരമായ ഒരു സംഭവമാണ്! ഇതിനേക്കാൾ ഭയങ്കരമായ ഒരു സംഭവം ഉണ്ടാകാനുണ്ടോ? അത്രയ്ക്ക് ഭയങ്കരമായ സംഭവമാണ്. അതിനോട് ഇയ്യോബ് എങ്ങനെയാണ് പ്രതികരിച്ചത് എന്ന് നമുക്ക് ഒന്ന് വായിച്ചു നോക്കാം. അതിന്റെ 21-ാം വാക്യം പറയുന്നത്, യഹോവ തന്നു. ഇയ്യോബ് പറയാണ്, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഇയ്യോബിനുണ്ടായ ഈ ഭയങ്കരമായ കാര്യത്തോട് ഇയ്യോബ് പ്രതികരിച്ച് നോക്കുക. എന്താ ന്യായമായിട്ട് പറയേണ്ടത്? മനുഷ്യരായ നമ്മുടെയൊക്കെ ചിന്ത അനുസരിച്ച്, എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇത്രയും ഭക്തിയായിട്ട് ഞാൻ നടന്നിട്ട് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഇതാ പറയേണ്ടത്. പക്ഷെ അതല്ല ഇയ്യോബ് പറഞ്ഞത്. യഹോവ തന്നു, യഹോവ എടുത്തു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, യഹോവയാണോ എടുത്തത്? നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. യഹോവയാണോ എടുത്തത്? സാത്താനല്ലേ പറഞ്ഞത് അവനെ ഒന്ന് തൊട്ടു നോക്ക്, അല്ലെങ്കിൽ അവനുള്ളവനെ ഒന്ന് തൊട്ടു നോക്ക്, അപ്പോൾ അറിയാമെന്ന്. അതിന് ദൈവം അനുവാദം കൊടുത്തിട്ട് അവൻ പോയി ഒപ്പിച്ച പണികളല്ലേ ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പോൾ വാസ്തവത്തിൽ എന്താ പറയേണ്ടത്? യഹോവ തന്നു, പക്ഷെ സാത്താൻ എടുത്തോണ്ട് പോയി എന്നല്ലേ പറയേണ്ടത്? അങ്ങനെ അല്ല ഇയ്യോബ് പറഞ്ഞത്. ഇയ്യോബ് പറഞ്ഞത്, യഹോവ തന്നു, യഹോവ തന്നെ എടുത്തു. സാത്താനാണ് ആ പണി പറ്റിച്ചത് എന്നുള്ളത് ശരിയാണ്, അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഇയ്യോബ് ദൈവത്തിന്റെ കരം അതിന്റെ പിന്നിൽ കാണുകയാണ്. തനിക്ക് സംഭവിച്ച വലിയ വിപത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം ഇയ്യോബ് കാണുകയാണ്. അതുകൊണ്ട് ആ സമയത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ വാഴ്ത്തുവാനും ആരാധിക്കുവാനും ഇയ്യോബിന് സാധിച്ചു. എന്നാൽ ഇയ്യോബ് ഈ കാഴ്ചപ്പാടിൽ തന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നതിന് പ്രതികരണം? എന്റെ ഭക്തി ജീവിതമെല്ലാം വെറുതെയായി, ഇത്രയും നാളും ഭക്തിയായിട്ട് ജീവിച്ചൊക്കെ വെറുതെയായി, ഇത്രയും ഭക്തിയായിട്ട് ജീവിക്കാത്തവരുടെ വീട്ടിലൊന്നും ഇങ്ങനെ ഉണ്ടാകുന്നില്ല, എന്റെ വീട്ടിൽ കണ്ടോ എനിക്ക് എന്തൊരു ദുരന്തമാ ദൈവം വരുത്തിയത് എന്ന് പറഞ്ഞ് അധരം കൊണ്ട് പാപം ചെയ്യുവാൻ ഇടയായേനെ. എന്നാൽ ഇടയാകാഞ്ഞത് എന്തുകൊണ്ടാണെന്നറിയാമോ? അവന് സംഭവിച്ച കാര്യം ഭയങ്കര കാര്യം അല്ലാത്തത് കൊണ്ടല്ല, അതിന് ആത്മീകനായിരുന്നത് കൊണ്ട് ആത്മീയ ദൃഷ്ടിയിൽ കൂടെ കാണുവാൻ, അവന് സംഭവിച്ച കാര്യത്തിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം കാണുവാൻ അവന് കഴിഞ്ഞു. ആകട്ടെ, ഇനി ഇയ്യോബിന്റെ ഭാര്യ, അത് മാത്രമല്ല അതിന്റെ താഴെ അടുത്ത 2-ാം അധ്യായത്തിൽ നാം വായിക്കുന്നത്, ഇയ്യോബിന്റെ ശരീരത്തെ തൊടുവാൻ ദൈവം അനുവദിച്ചു. തന്റെ ഭാര്യ അതിനോട് പ്രതികരിച്ച എങ്ങനെയാണെന്ന് നോക്കുക. അതിന്റെ 9-ാം വാക്യത്തിൽ അവന്റെ ഭാര്യ അവനോട്, 2:9, നീ ഇനിയും നിന്റെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നുവോ? ദൈവത്തെ ത്യജിച്ചു പറഞ്ഞ് മരിച്ചു കളക എന്ന് പറഞ്ഞു. ഇയ്യോബിന്റെ ഭാര്യ അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്ന് നോക്കുക. ഒരേ കാര്യമാണ്, ഒരേ ആളുകളാണ്, ഒരേ സംഭവമാണ്. ഇയ്യോബ് പ്രതികരിച്ചത് ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടാണ്. എന്നാൽ അവന്റെ ഭാര്യ പ്രതികരിച്ചത്, നീ വെറുതെ എന്തിനാണ് ഈ ഭക്തി ഇപ്പോഴും മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്?
ഇയ്യോബ് അതിന് പറഞ്ഞ മറുപടി ശ്രദ്ധിക്കണം. 10-ാം വാക്യം, അവൻ അവളോട്, ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയ്യോബിന്റെ കാഴ്ചപ്പാട്, നാം ദൈവത്തെ സേവിക്കുന്നത് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും അല്പം ആനുകൂല്യങ്ങൾ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക എന്നുള്ള ലക്ഷ്യത്തിലല്ല, ദൈവം ആരായിരിക്കുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ വണങ്ങിപ്പോരുന്നത്. 13-ാം അധ്യായത്തിന്റെ ഈ പുസ്തകം തന്നെ 13-ന്റെ 5-ാമത്തെ വാക്യത്തിൽ ഇയ്യോബ് പറയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. അതാണ് ഇയ്യോബിന്റെ കാഴ്ചപ്പാട്. വലിയ വിപത്തിന്റെ മധ്യത്തിൽ ഇയ്യോബിന്റെ കാഴ്ചപ്പാട്, നാം ദൈവത്തെ സേവിക്കുന്നത്, ആരാധിക്കുന്നത്, ദൈവം നമുക്ക് ചില അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും തരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല, ദൈവം ആരാണ് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നാം ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. ഇയ്യോബിന്റെ ഭാര്യയുടെ കാഴ്ചപ്പാട് എന്തായിരുന്നു? ദൈവം നമുക്ക് അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും സുഖ സൗകര്യങ്ങളും തരുന്ന കാലത്തോളം ദൈവത്തെ സേവിക്കുകയും ആരാധിക്കുകയും ഒക്കെ ചെയ്യാം. ദൈവം ഇതാ നമ്മളോട് ചെയ്യുന്നതെങ്കിൽ ഈ ദൈവത്തെ എന്തിനാ സേവിക്കുന്നത്? എന്ത് ചെയ്യണം? ഏതായാലും മരിക്കും, മരിക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണം. എന്താ അത്? മരിക്കുന്നതിന് മുമ്പ് നീ ദൈവത്തെ രണ്ട് ചീത്ത പറഞ്ഞിട്ട് വേണം മരിക്കാൻ. ദൈവത്തെ ത്യജിച്ചു പറഞ്ഞിട്ട് വേണം മരിക്കാൻ. നോക്കുക, രണ്ടാളുകളുടെ കാഴ്ചപ്പാട്. പ്രിയപ്പെട്ടവരെ, ഇയ്യോബ് ദൈവഭക്തനായിരുന്നുവെന്ന് നേരത്തെ ദൈവം തന്നെ സാക്ഷ്യപ്പെടുത്തി. അങ്ങനെയാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. ഇയ്യോബ് ദൈവഭക്തനായിരുന്നുകൊണ്ട്, ദൈവവുമായുള്ള അടുത്ത കൂട്ടായ്മയിൽ അവൻ ജീവിച്ചിരുന്നത് കൊണ്ട്, ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളിലല്ല, ദൈവത്തിൽ തന്നെ അവൻ സംതൃപ്തനായിരുന്നത് കൊണ്ട്, ജീവിതത്തിൽ സംഭവിച്ച വലിയ വിപത്തിനെ സ്തോത്രത്തോടുകൂടെ നേരിടുവാനും, ഇത് പിശാചാണ് ഇത് പ്രവർത്തിപ്പിച്ചത് എന്നുള്ളത് ശരിയാണെങ്കിലും ദൈവം അനുവദിച്ചതാണ്, ദൈവത്തിന്റെ ഉദ്ദേശങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. യഹോവ തന്നു, സാത്താൻ എടുത്തു എന്നല്ല, യഹോവ തന്നു, യഹോവ തന്നെയാണ് എടുത്തത്. അതുകൊണ്ട് ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയാൻ അവന് സാധിച്ചു. എന്നാൽ ആ കാഴ്ചപ്പാടില്ലാതിരുന്ന അവന്റെ ഭാര്യ പറയുന്നത്, ദൈവ അനുഗ്രഹം തരുന്നില്ല, പിന്നെന്തിനാ ദൈവത്തെ സേവിക്കുന്നത്? ഇതാണ് ദൈവത്തിൽ നിന്നുള്ള അനുഭവമെങ്കിൽ ഈ ദൈവത്തെ ത്യജിച്ചു പറയുക. നമ്മുടെ ജീവിതത്തിൽ എത്രയോ നല്ല ഒരു പാഠമാണിത്. നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് എന്താ? മറ്റൊരു രംഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലെ ഒരു രംഗത്തേക്ക് അല്പസമയത്തേക്ക് ഒന്ന് പോകാം. ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിന്റെ ചരിത്രത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് ക്ഷണിക്കുകയാണ്. നമുക്ക് ഏറ്റവും പരിചയമുള്ള ചരിത്രമായതുകൊണ്ട് എനിക്ക് പറയാൻ വളരെ എളുപ്പമുണ്ട്. കാരണം അധികം വിശദീകരണം ഒന്നും പറയേണ്ട, എല്ലാവർക്കും ഈ പറയുന്നത് എന്താണെന്ന് അറിയാവുന്ന കാര്യമായതുകൊണ്ട്. യോസേഫിന്റെ ചരിത്രം നമുക്കറിയാം. യോസേഫിന്റെ സഹോദരന്മാർ അവനോട് അസൂയപ്പെട്ട് പിണങ്ങി അവനെ വിറ്റുകളഞ്ഞു ഇശ്മായേല്യർക്ക്. യോസേഫിന്റെ ചരിത്രം നോക്കുക. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം അതിന്റെ 28-ാം വാക്യം. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി ഇശ്മായേല്യർക്ക് 20 വെള്ളിക്കാശിന് വിറ്റു. അവർ യോസേഫിനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. എങ്ങനെയാണ് യോസേഫ് മിസ്രൈമിൽ വരുവാനിടയായത് എന്ന് ആ സംഭവം ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുക. അതിന്റെ മുൻപുള്ള കാര്യങ്ങൾ നമുക്കറിയാം. സഹോദരന്മാർ അവനെ കൊല്ലാൻ ഒക്കെ പ്ലാൻ ഇട്ടു, പിന്നെ കൊന്നില്ല. അവനോട് അസൂയപ്പെട്ട്, അവനോട് ദേഷ്യപ്പെട്ട് പിണങ്ങി 20 വെള്ളിക്കാശിന് ഇശ്മായേല്യർക്ക് വിറ്റു. ആ ഇശ്മായേല്യർ അവനെ മിസ്രൈമിലേക്ക് കൊണ്ടുപോയി. ഇതാണ് സംഭവം. നമുക്കെല്ലാവർക്കും അത് അറിയാം. അത് കഴിഞ്ഞ് ഉണ്ടായ കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചയമുണ്ടല്ലോ. കാലങ്ങൾ കഴിഞ്ഞ് ഈ സഹോദരന്മാര് ധാന്യം തേടി മിസ്രൈമിൽ ചെല്ലാനിടയായി. ആദ്യം യോസേഫിനെ അവർ തിരിച്ചറിഞ്ഞില്ല, പിന്നീട് യോസേഫിനെ അവർ തിരിച്ചറിയാൻ ഇടയായി. യോസേഫ് തന്നെത്താൻ വെളിപ്പെടുത്തി. അത് കഴിഞ്ഞ് യോസേഫ് അവരോട് സംസാരിക്കുന്ന ഒരു ഭാഗം 45-ാമത്തെ അധ്യായത്തിലുണ്ട്. യോസേഫ് സഹോദരന്മാരോട് സംസാരിക്കുക. അതിന്റെ 45-ന്റെ 4 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. യോസേഫ് സഹോദരന്മാരോട് ഇങ്ങോട്ട് അടുത്ത് വരുവിൻ എന്ന് പറഞ്ഞു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൻ പറഞ്ഞത്, നിങ്ങൾ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞ നിങ്ങളുടെ സഹോദരൻ യോസേഫ് ആകുന്നു ഞാൻ. എന്നെ ഇവിടെ വിറ്റത് കൊണ്ട്
നിങ്ങൾ വ്യസനിക്കേണ്ട, വിഷാദിക്കുകയും വേണ്ട. ജീവരക്ഷയ്ക്കായി ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചതാകും. അതിന്റെ താഴെ, ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചിരിക്കുന്നു. ആകയാൽ നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. നാം ആദ്യം വായിച്ച വാക്യത്തിൽ തെളിവായിട്ട് നമ്മൾ വായിച്ചു, സഹോദരന്മാർ അവനെ ഇശ്മായേല്യർക്ക് വിറ്റുകളഞ്ഞു, അവർ അവനെ മിസ്രൈമിൽ കൊണ്ടുവന്നു. അതാണ് ചരിത്ര സംഭവം. എന്നാൽ അത് എത്രയോ ദുഃഖകരമായ ഒരു സംഭവമാണ്. എന്നാൽ യഹോവയുടെ സാന്നിധ്യം നിരന്തരം അനുഭവിച്ചിരുന്ന യോസേഫ് ആ കാര്യത്തെ എങ്ങനെയാണ് കണ്ടതെന്ന് നോക്കുക. എങ്ങനെയാ കണ്ടത്? ദുഷ്ടന്മാരായ അസൂയക്കാരായ നിങ്ങളെല്ലാരും കൂടെ എനിക്ക് ഈ പണി എന്നോട് ഇങ്ങനെ ദോഷം ചെയ്തെങ്കിലും ദൈവം അതൊക്കെ നന്മയ്ക്കാക്കി തീർത്തു, നിങ്ങൾ എത്രയോ ദുഷ്ടന്മാരാണ് എന്നല്ല യോസേഫ് പറഞ്ഞു. യോസേഫ് അവരോട് പിണങ്ങുന്നില്ല. യോസേഫ് പറയുന്നത്, നിങ്ങൾ ആരും ഭയപ്പെടണം, ഞാൻ എന്തെങ്കിലും ചെയ്യും, എനിക്ക് അധികാരമുണ്ട്, അത് ഓർത്ത് നിങ്ങൾ ആരും ഭയപ്പെടണ്ട. എന്താ യോസേഫ് പറയുന്നത്? ഭൂമിയിൽ നിങ്ങൾക്ക് സന്തതി ശേഷിക്കേണ്ടതിനും വലിയൊരു രക്ഷയാൽ നിങ്ങളുടെ ജീവനെ രക്ഷിക്കേണ്ടതിനും ദൈവം എന്നെ നിങ്ങൾക്ക് മുമ്പേ അയച്ചു. നിങ്ങളല്ല, ദൈവം അത്രേ എന്നെ ഇവിടെ അയച്ചത്. ആ കാര്യത്തെ കുറിച്ചുള്ള യോസേഫിന്റെ കാഴ്ചപ്പാട് കണ്ടോ? വേറെ ആരെ സംഭവം നോക്കിയാലും എന്ത് പറയും? സഹോദരന്മാരാണ് അവനെ വിറ്റ് ഈ ദേശത്തേക്ക് അയച്ചത്. അതാണ് ചരിത്ര സംഭവം. എന്നാൽ അതേ കാര്യത്തെ യോസേഫ് കണ്ടത് എങ്ങനെയാണ്? ദൈവമാണ് ഈ കാര്യം ചെയ്തത്. നിങ്ങളെ രക്ഷിക്കേണ്ടതിന്, സന്തതി നമുക്ക് ശേഷിക്കേണ്ടതിന്. ഞാനൊരു വാക്കുകൂടെ അതിനോട് ചേർത്ത് പറയട്ടെ. യോസേഫ് അവിടെ പറഞ്ഞതല്ല, എന്നാൽ നമുക്കറിയാവുന്ന ഒരു കാര്യം, മശിഹ ജനിക്കേണ്ടത് ഇസ്രയേലിലാണ്. ഇസ്രയേൽ വംശം നശിച്ചു പോയാൽ മശിഹ ജനിക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഇവരെ, യോസേഫിനെ മുൻകൂട്ടി മിസ്രൈമിലേക്ക് അയച്ചതിൽ ഇസ്രയേൽ മക്കളെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല, ഇസ്രയേൽ മക്കൾ സംരക്ഷിക്കപ്പെട്ടിട്ട് അവരിൽ നിന്ന് നമ്മെ രക്ഷിക്കുന്ന ലോകരക്ഷിതാവായ മശിഹ ജനിക്കണം. അതിനും കൂടെയാണ് ദൈവം യോസേഫിനെ മിസ്രൈമിലേക്ക് അയച്ചത്. അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാൻ മതിയായ ഒരു കാരണം. ഇസ്രയേൽ ജാതി ക്ഷാമത്തിൽ നശിച്ചു പോയാൽ മശിഹ ജനിക്കുക എന്നുള്ള പരിപാടി നടക്കയില്ല. അത് സംഭവിക്കാതിരിക്കാൻ നമ്മെ കൂടെ, എന്നെയും നിങ്ങളെയും കൂടെ കരുതിയാണ് ദൈവം യോസേഫിനെ മിസ്രൈമിലേക്ക് അയച്ചത്. അവനവിടെ ചെന്നതുകൊണ്ടാണ് ആ ജാതി സംരക്ഷിക്കപ്പെട്ടത്. യോസേഫ് ആത്മീയ കാഴ്ചപ്പാടോടുകൂടെ ഇത് കണ്ടു. യോസേഫിന്റെ ചരിത്രത്തിൽ നേരത്തെ നിങ്ങൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, യഹോവ യോസേഫിനോടുകൂടി ഉണ്ടായിരുന്നു, യഹോവ യോസേഫിനോടുകൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ യഹോവയുടെ സാന്നിധ്യം അനുദിനം അനുഭവിച്ചറിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ജീവിച്ചിരുന്ന ഒരുവനായിരുന്നു യോസേഫ്. അതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് ആത്മീയമായ ഒരു കാഴ്ചപ്പാടിൽ ഇതിനെ കാണാൻ അവന് കഴിഞ്ഞു. ന്യായമായിട്ട് മാനുഷ്യമായി ഇതിനെ കണ്ടാൽ എങ്ങനെയാ കാണേണ്ടത്? വളരെ പിണക്കത്തോടെ, വളരെ വിദ്വേഷത്തോടെ, വളരെ വെറുപ്പോടെ, വളരെ പ്രതികാര ബുദ്ധിയോടെ, നിങ്ങൾ എനിക്ക് ഈ ദോഷം ചെയ്തു, ഞാനും നിങ്ങളെ വെറുതെ വിടുകയില്ല എന്നാണ് ന്യായമായി മാനുഷികമായ നിലയിൽ യോസേഫ് പറയേണ്ടത്. എന്നാൽ യോസേഫ് അങ്ങനല്ല പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും നമുക്കെതിരെ, മുമ്പേ ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞതുപോലെ, നമുക്കെതിരെ ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ ചെയ്യുകയും പറയുകയും, നാം അറിഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നമ്മിൽ ആരോപിക്കുകയും നമ്മെക്കുറിച്ച് ചിലപ്പോൾ എഴുതി വിടുകയും ഒക്കെ ചെയ്യും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ രണ്ട് നിലയിൽ നമുക്ക് പ്രതികരിക്കാം. കൈപ്പോടുകൂടെ നിങ്ങൾ ചെയ്യുന്നത് ദോഷമാണ്, നിങ്ങൾ എന്തൊരു വലിയ തെറ്റാ ചെയ്യുന്നത്, അന്യായമാണ്, ഞാൻ അങ്ങനൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളാണല്ലോ കുറ്റക്കാര് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നീടുള്ള വർഷങ്ങൾ കയ്പിലും വിദ്വേഷത്തിലും സങ്കടത്തിലും നിരാശയിലും പിണക്കത്തിലും നാളുകൾ കഴിക്കേണ്ടി വരും. ഞാൻ ഇടയ്ക്ക് കയറി എന്ന് പറയട്ടെ, നമ്മിൽ അനേകരും അങ്ങനെ നാളുകൾ കഴിച്ചുകൊണ്ടിരിക്കുക. എത്രയോ വിശ്വാസികളാണ് മറ്റ് ദൈവമക്കളോട് പിണങ്ങിയിരിക്കുന്നത്. ഒരേ സഭയിലുള്ളവരോട് തന്നെ പിണങ്ങിയിരിക്കുന്ന ആളുകൾ, മറ്റ് ബന്ധുമിത്രാദികളോട് പിണങ്ങിയിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. സ്വത്ത് വിഭജനത്തിന്റെ പേരിലായിരിക്കാം,
അല്ലെ ഞങ്ങളെ കരുതേണ്ടതുപോലെ കരുതിയില്ല എന്നുള്ളതിന്റെ പേരിലായിരിക്കാം, ഞങ്ങൾക്കെതിരെ അവർ ദോഷം ചെയ്തു എന്നുള്ളതിന്റെ പേരിലായിരിക്കാം. അതൊക്കെ കണ്ട് സഹിച്ചുകൂടാതെ അവരോട് വിരോധവും വിദ്വേഷവും ഹൃദയത്തിൽ സംഗ്രഹിച്ച് വർഷങ്ങളായി ആ വലിയ മനോദുഃഖം അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ആ നിലയിലുള്ള നിലപാട് എടുത്താൽ അതിന്റെ ദോഷം ആർക്കാണെന്നറിയാം? ഞാൻ നിങ്ങളോട് പിണങ്ങിയിരുന്നാൽ എന്റെ വിചാരം നിങ്ങൾക്ക് ഭയങ്കര ദോഷം വരുമെന്നാണ്. ഞാൻ നിങ്ങളോട് പിണങ്ങിയ നിങ്ങൾക്ക് യാതൊരു ദോഷവും വരികയില്ല. ദോഷം മുഴുവൻ എനിക്കറിയാം. എനിക്ക് മനപ്രയാസം, എൻ്റെ പ്രഷർ കൂടുന്നു, എൻ്റെ ഡയബറ്റീസിനെ അത് പ്രതികൂലമായി ബാധിക്കുന്നു, എൻ്റെ ഹാർട്ട് കണ്ടീഷനെ അത് ബാധിക്കുന്നു, എനിക്ക് പലതരത്തിലുള്ള ശാരീരികമായ ക്ലേശങ്ങൾ, മാനസികമായ പിരിമുറുക്കം, എൻ്റെ ജീവിതം മിസറബിളായി തീരും, അരിഷ്ടകരമായി തീരും. പക്ഷെ എൻ്റെ വിചാരം എന്താ? ഞാൻ നിങ്ങളോട് പിണങ്ങിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കേൾക്കുന്നത് നിങ്ങളുടെ മോക്ക് നല്ലൊരു കല്യാണം വന്നെന്ന്. അപ്പോ എന്റെ പ്രഷർ ഒരു 100 ഡിഗ്രി പിന്നെയും കൂടുക. എന്റെ ശത്രുവിന്റെ വീട്ടിൽ നല്ല കല്യാണം വന്നു, അപ്പൊ എന്റെ കണക്കും പിന്നെയും കൂടുക. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേൾക്കുന്നത് നിങ്ങളുടെ മോന് പേർഷ്യയിൽ പോകാൻ അവസരം കിട്ടി, അവന് നല്ല ജോലി കിട്ടിയെന്ന്. അതോടെ എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ കുറച്ചുകൂടെ മോശമാകും. എന്നിട്ട് ഒടുവിൽ അങ്ങനെ അങ്ങനെ ദുഃഖത്തോടുകൂടെ എന്റെ കാലം ഞാൻ അവസാനിപ്പിക്കും. ഇതിൽ ദോഷം വന്നേ ആർക്കാം? എന്റെ സഹോദരി സഹോദരന്മാരെ, ഇത്രയും നാളായിട്ട് നമുക്കിത് മനസ്സിലായിട്ടില്ലേ? എത്രയോ വിശ്വാസികൾക്ക് ഇത് മനസ്സിലായിട്ടില്ല. പിണങ്ങി നടക്കുക, വിദ്വേഷം വെച്ചുകൊണ്ട് നടക്കുക, ഞാൻ ക്ഷമിക്കുകയില്ല, അങ്ങനൊന്നും തീരാവുന്ന കാര്യമൊന്നും അല്ല ഇത്, ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഒരു സോറി പറഞ്ഞാൽ മതിയോ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയാണ് ആളുകൾ. അതിന് ദോഷം ആർക്കാന്നറിയാമോ? നിങ്ങൾക്ക് തന്നെ. യോസേപ്പിന്റെ ഹൃദയം നിങ്ങൾ നോക്കിയേ, എന്ത് സന്തോഷമായിപ്പോ യോസേപ്പിന്. യുവമാരെല്ലാരും കൂടെ എന്നെ ഈ നിലയിലാക്കി എന്ന് ദുഷ്ടത ചിന്തിച്ച് നടക്കുകയല്ല യോസേപ്പ്. യോസേപ്പ് പറയുന്നത്, നമ്മുടെ വംശം നശിച്ചു പോകാതിരിക്കേണ്ടതിന് കരുണയുള്ള ദൈവം എന്തൊരു ക്രമീകരണമാണ് ചെയ്തത്. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിൽ കാര്യങ്ങളെ ശരിയായ ആത്മീയ കാഴ്ചപ്പാടിൽ കാണാൻ പറ്റിയാൽ എത്ര സന്തോഷത്തോടുകൂടെ നമ്മുടെ നാളുകളെ കഴിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് സംഭവിച്ച കാര്യം അതിൽ തന്നെ ദോഷകരമായിരിക്കാം, എന്നാൽ അതുകൊണ്ടുള്ള ദോഷം നമുക്ക് വരാതിരിക്കണമെങ്കിൽ ആത്മീയ കാഴ്ചപ്പാടിൽ നാം അതിനെ കാണണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രി ഈ വാക്കുകൾ നാം കേൾക്കുന്നുകൊണ്ട് നമ്മിൽ അനേകരുടെ ജീവിതത്തിലെ കെട്ടുകൾ അഴിഞ്ഞു പോകുവാൻ, ബന്ധനങ്ങൾ മാറിപ്പോകുവാനിടയാകണം. മറ്റുള്ളവരോടുള്ള പിണക്കം, മറ്റുള്ളവരോടുള്ള അസൂയ, ഈർഷ്യ, അതെല്ലാം മാറിപ്പോകണം. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കരം ഞാൻ കാണുന്നു. ദൈവത്തിന് ചില ഉദ്ദേശങ്ങൾ ഇതിലുണ്ട്. എന്റെ സ്വഭാവം കൂടുതൽ നന്നാക്കുവാൻ, എന്നെ രൂപാന്തരപ്പെടുത്തുവാൻ, യേശുക്രിസ്തുവിന്റെ സ്വഭാവം എനിക്ക് കൂടുതൽ ഉണ്ടാകേണ്ടതിന് ദൈവം അനുവദിച്ചൊരു സാഹചര്യമാണിത്. ഞാൻ എന്നെ തന്നെ താഴ്ത്തട്ടെ, ഞാൻ ആരോടും വിരോധം വിചാരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ എന്നെ തന്നെ പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് നല്ല മനോഭാവത്തോടുകൂടി ഈ കാര്യത്തെ എടുത്താൽ നിങ്ങളുടെ ജീവിതം ധന്യമായി തീരും. മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാനൊന്ന് ക്ഷണിക്കട്ടെ. സംഖ്യാപുസ്തകത്തിലേക്ക് ഒന്ന് കടന്നു വരിക. നാം ഈ പറഞ്ഞു വരുന്ന ഈ കാര്യങ്ങളുടെ ഏറ്റവും വ്യക്തമായ, ഏറ്റവും നല്ല ചില പാഠങ്ങൾ ഉള്ള ഒരു ഭാഗമാണ് ഇനി നാം വായിക്കാൻ പോകുന്നത്. സംഖ്യാപുസ്തകം 13-ാം അധ്യായം. ഇവിടുത്തെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്രയായി അവര് കനാൻ ദേശത്തിന് സമീപത്ത് എത്തിയിരിക്കുകയാണ്. 13-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം പറയുന്നത്, മോശ ചില ആളുകളെ കനാൻ ദേശം ഒറ്റുനോക്കാനായിട്ട് അയച്ചു. അവരെല്ലാവരും പ്രഭുക്കന്മാരായിരുന്നു, 12 പേരെ അയച്ചു. ആ അധ്യായത്തിന്റെ ഒടുവിലേക്ക് വരുമ്പോൾ ഈ ദേശം ഒറ്റുനോക്കാൻ പോയ ആളുകൾ മടങ്ങിയെന്ന് പറഞ്ഞ റിപ്പോർട്ടാണ് അതിന്റെ 27 മുതലുള്ള വാക്യങ്ങളിൽ, അല്ലെങ്കിൽ 26 മുതലുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്. ആ 27-ാം വാക്യം മുതൽ നോക്കുക. അവര് പറഞ്ഞ റിപ്പോർട്ട്, ആ ദേശം വളരെ നല്ലത് തന്നെയാണ്. എന്നാൽ 28-ാം വാക്യം, ദേശത്ത് പാർക്കുന്ന ജനങ്ങൾ ബലവാന്മാരും പട്ടണങ്ങൾ ഏറ്റവും ഉറപ്പും വലിപ്പവുമുള്ളവയുമാകുന്നു. ഞങ്ങൾ അനാക്കിന്റെ പുത്രന്മാരെയും അവിടെ കണ്ടു. അമാലേക്കർ തെക്കേ ദേശത്ത് പാർക്കുന്നു, ഹിത്തരും യെബൂസ്യരും അമോര്യരും പർവ്വതങ്ങളിൽ പാർക്കുന്നു, കനാന്യർ കടൽക്കരയിലും യോർദാൻ നദീതീരത്തും പാർക്കുന്നു. 31-ാം വാക്യം നോക്കിയേ, ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ നമുക്ക് കഴിയുകയില്ല,
അവർ നമ്മിലും ബലവാന്മാരാകുന്നു. 32-33 വാക്യങ്ങളിൽ പറയുന്നത് അവര് ദേശം നിവാസികളെ തിന്നുകളയുന്ന ദേശമാണ്. അതികായന്മാരാണ് അവര്. ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ വെട്ടുക്കിളികളെ പോലെ തോന്നി, അവരുടെ കാഴ്ചയ്ക്ക് ഞങ്ങൾ അങ്ങനെ തന്നെയായിരുന്നു. ഈ ദേശം ഒറ്റുനോക്കാൻ പോയതിൽ യോശുവയും കാലേബും ഒഴിച്ച് ബാക്കി എല്ലാവരും പറഞ്ഞ റിപ്പോർട്ടാണ് ഇപ്പം വായിച്ചത്. നമുക്കെല്ലാം വായിക്കാൻ സമയമില്ലല്ലോ. അതിന്റെ 14-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അതിന്റെ 2, 3, 4 വാക്യങ്ങളൊക്കെ അവര് അത് തന്നെയാണ് പറയുന്നത്. നാം വലിയ കഷ്ടത്തിലാണ്, എല്ലാവരും ഇപ്പൊ കൊല്ലപ്പെടും, മിസ്രൈമിലേക്ക് തിരിച്ചു പോവുകയാണ് നല്ലത് എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോ ഈ പോയവരിൽ മജോറിറ്റി 12 പേര് പോയതിൽ 10 പേരും പറയുന്നത് ദേശം നല്ലതാ, ദൈവം പറഞ്ഞ പോലെ നല്ല ദേശമാണ്, പാലും തേനും ഒഴുകുന്ന സംശയമില്ല. പക്ഷേ വലിയ മല്ലന്മാരവിടെ വസിക്കുന്നു, വലിയ കോട്ടകളാണ് അവരുടെ പട്ടണങ്ങൾ, നമുക്ക് അവരെ ജയിക്കാൻ സാധിക്കുകയില്ല. അവര് ശത്രുക്കളുടെ വലിപ്പമാണ് കണ്ടത്. എന്നാൽ 2 പേര് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞു. മൈനോറിറ്റി, ന്യൂനപക്ഷം. അതില് യോശുവയും കാലേബുമാണെന്ന് പറഞ്ഞത്. 13:30 കാലേബ് മോശയുടെ മുമ്പാകെ ജനത്തെ അമർത്തി, നാം ചെന്നത് കൈവശമാക്കുക, അത് ജയിപ്പാൻ നമുക്ക് കഴിയുമെന്ന് പറഞ്ഞു. 30-ാം വാക്യത്തിൽ യോശുവയും കാലേബും പറയുന്നത് നമുക്ക് അത് ജയിപ്പാൻ കഴിയും. 31-ാം വാക്യത്തിൽ 10 പേര് പറയുന്നത് നമുക്ക് ആ ജനത്തിന്റെ നേരെ ചെല്ലുവാൻ കഴിയുകയില്ല. എന്തുകൊണ്ടാണ് കഴിയുമെന്ന് ഇവർ പറഞ്ഞത്? ഇവര് വളരെ ധീരന്മാരും മിടുക്കരുമായതുകൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാ കഴിയുമെന്ന് പറഞ്ഞത്? 8-ാം വാക്യത്തിലുണ്ട്, യഹോവ നമ്മിൽ പ്രസാദിക്കുന്നുവെങ്കിൽ അവൻ നമ്മെ പാലും തേനും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. നമുക്ക് ആ ദേശം കൈവശമാക്കാൻ സാധിക്കുമെന്ന് അവർ പറയാനുള്ള കാരണം യഹോവ നമ്മോട് കൂടെ ഉണ്ട്. 9-ന്റെ ഒടുവിൽ പറയുന്നുണ്ട്, യഹോവ നമ്മോട് കൂടെ ഉണ്ട്, അവൻ നമ്മെ അവിടെ കൊണ്ടുചെന്ന് നമുക്ക് അത് തരും. അതെങ്ങനെയാ? യോശുവയ്ക്കും കാലേബിനും അറിയാവുന്ന ദൈവം തരുമെന്ന്. ദൈവത്തിന്റെ വാഗ്ദത്തം, ദൈവത്തിന്റെ വചനം ഓർത്തു നോക്കുക. നമുക്ക് വാക്യങ്ങളൊന്നും ഇപ്പോൾ വായിക്കാൻ സാവകാശമില്ല. പുറപ്പാട് പുസ്തകത്തിൽ മുൾപ്പടർപ്പിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷനാകുമ്പോൾ ദൈവം പറയുന്നത്, ഇസ്രായേൽ മക്കളുടെ കഷ്ടപ്പാട് ഞാൻ കണ്ടു, അവരുടെ നിലവിളി കേട്ടു, ഞാൻ ഇറങ്ങി വന്നിരിക്കുക. ശ്രദ്ധിക്കണേ, എന്തിനാ ഇറങ്ങി വന്നിരിക്കുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനും പാലും തേനും ഒഴുകുന്ന കനാൻ ദേശത്ത് കൊണ്ടുചെന്ന് ആക്കുവാനും ഇറങ്ങി വന്നിരിക്കുന്നു. കേവലം മിസ്രൈമിൽ നിന്ന് വിടുവിക്കാൻ വന്നെന്നല്ല പറയുന്നത്. മിസ്രൈമിൽ നിന്ന് വിടുവിക്കുവാനും കനാനിൽ കൊണ്ടുചെന്നാക്കുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അപ്പോൾ ഈ ദേശത്ത് കൊണ്ടുചെന്നാക്കുമെന്ന് പറയുന്നത് ആരുടെ മിടുക്കൊണ്ടല്ല, യോശുവയുടെ കാലേബിന്റെ മിടുക്കൊണ്ടല്ല, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അത് ദൈവത്തിന്റെ കാര്യപരിപാടിയാണ്. മിസ്രൈമിൽ നിന്നവരെ വിടുവിക്കുന്ന എല്ലാവരുടെയും കനാനിൽ കൊണ്ട് എത്തിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ കമ്മിറ്റ്മെന്റാണ്, ദൈവത്തിന്റെ പ്രോമിസാണ്, ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് യോശുവയും കാലേബും പറയുന്നത് അവൻ നമുക്ക് ആ ദേശം തരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാമോ? നമ്മളിപ്പോ പറഞ്ഞു വരുന്നത് എല്ലാ കാര്യങ്ങളും ആത്മീയമായ നിലയിൽ കാണണമെന്നാണ്. ആത്മീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം എന്റെ തോന്നലല്ല. ഞാൻ വലിയ ആത്മീയനായതുകൊണ്ട് ഞാനെല്ലാം അങ്ങനെ കാണുക, അങ്ങനെയല്ല. ആത്മീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം ദൈവം തന്നെ കുറിച്ചും തന്റെ സ്വഭാവത്തെ കുറിച്ചും താൻ ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചും തിരുവെഴുത്തിൽ എന്ത് വെളിപ്പെടുത്തിയിട്ടുണ്ടോ അതിലുള്ള എന്റെ വിശ്വാസവും എന്റെ ആശ്രയവുമാണ് ആത്മീയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനം. ഇന്നത്തെ എന്റെ പ്രസംഗത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആയിട്ട് ഞാനത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. ജീവിതത്തെ ശരിയായ കാഴ്ചപ്പാടിലൂടെ കാണുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് അറിയാം? ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ, തന്റെ സ്വഭാവത്തെ കുറിച്ച് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ, ദൈവം ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അവന്റെ ആളത്വം,
അവന്റെ പ്രവൃത്തി, അവന്റെ വാഗ്ദത്തം, അതിന്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ ഞാൻ വിശ്വസിക്കുകയും ശരണപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് കാര്യങ്ങളെ ആത്മീയമായി കാണുവാൻ നമുക്ക് സാധിക്കുന്നത്. ഇതിന്റെ പിന്നിൽ ദൈവത്തിന്റെ കൈയുണ്ട്. ദൈവം അറിയാതെ, അനുവദിക്കാതെ ഒരു കാര്യവും സംഭവിക്കുകയില്ല. ദൈവം സകലവും നന്മയ്ക്കായിട്ട് മാത്രം ചെയ്യുന്നവനാണ്. എന്റെ നന്മ മാത്രം കരുതുന്നവനാണ് ദൈവം. ദൈവം നല്ലവനാണ്. അവന്റെ സകല പ്രവൃത്തികളിലും അവൻ നീതിമാനും ദയാലുവുമാണ്. തന്റെ മക്കളോട് അവൻ കരുണയോടും ദയോടും മാത്രമേ ഏർപ്പെടുകയുള്ളൂ. അവന്റെ എല്ലാ ഏർപ്പാടുകളും നമുക്ക് വേണ്ടവണ്ണം മനസ്സിലായില്ല എന്ന് വന്നാലും അവൻ ഒരു തെറ്റും ചെയ്യുകയില്ല. അവൻ ചെയ്യുന്നതെല്ലാം നന്മയ്ക്കാണ്. ഈ സത്യം ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം തന്നെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ അത് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ ഈ നിലയിൽ പ്രതികരിക്കാൻ എനിക്ക് സാധിക്കും. യോശുവയും കാലേബും ഇങ്ങനെ പ്രതികരിക്കാൻ കാരണം ദൈവം പറഞ്ഞിട്ടുണ്ട്. ദൈവത്തിന്റെ വാഗ്ദത്തമാണത്. അവൻ വാക്കുമാറുന്നവനല്ല. അവൻ വിശ്വാസയോഗ്യനാണ്. The trustworthiness of God. ദൈവത്തിന്റെ വിശ്വാസ യോഗ്യത, ദൈവത്തിന്റെ വിശ്വസ്തത, അതിൽ ഞാൻ നമ്പുകയാണ്, അതിൽ ഞാൻ ശരണപ്പെടുകയാണ്, അതിൽ ഞാൻ ആശ്രയിക്കുകയാണ്. അതാണ് ജീവിതത്തിൽ ശരിയായ കാഴ്ചപ്പാട് പുലർത്താൻ എന്നെ സഹായിക്കുന്നു. എന്റെ നന്മയ്ക്കായി ദൈവം സകലവും കൂടി വ്യാപരിപ്പിക്കുന്നു ദൈവവചനത്തിലോ. ആ നന്മ എന്താണെന്ന് റോമർ 8:28-29 പറഞ്ഞിട്ടുണ്ട്. തന്റെ പുത്രന്റെ സ്വരൂപത്തോട് എന്നെ അനുരൂപപ്പെടുത്തുക, അതാണ് നന്മ. എന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കുന്ന സകല കാര്യങ്ങളും അതിനായിട്ടാണ് ദൈവം അനുവദിക്കുന്നത്. അതുകൊണ്ട് അതിനെ നന്മയായി കാണണം. ദൈവത്തിന്റെ വചനം ഞാൻ വിശ്വസിക്കണം. ദൈവം ആരാണ്, അവൻ എന്ത് പറഞ്ഞിരിക്കുന്നു, അത് ഞാൻ വിശ്വസിക്കണം. അത് ഞാൻ വിശ്വസിച്ചാൽ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എത്ര ദോഷകരമെന്നും കൈപ്പുള്ളതെന്നും നമുക്ക് തോന്നിയാലും ശരിയായി അതിനെ നേരിടാനായിട്ട് നമുക്ക് സാധിക്കും. നമ്മുടെ സമയം തീർന്നല്ലോ. അതുകൊണ്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകളെ അവസാനിപ്പിക്കാം. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തിലേക്ക് ഒന്ന് വരിക. ശമൂവേലിന്റെ 1-ാം പുസ്തകം. അവിടുത്തെ സംഭവം ദാവീദിന്റെയും ഗോലിയാത്തിന്റെയും യുദ്ധമാണ്. ആ രംഗത്ത് ദാവീദ് തന്റെ സഹോദരന്മാർക്ക് ഭക്ഷണവുമായിട്ട് വന്നു കഴിഞ്ഞ് ദാവീദ് അതിന്റെ 26-ാം വാക്യത്തിൽ 1 ശമൂവേൽ 17:26 തന്റെ സംസാരം തുടങ്ങുകയാണ്. താൻ പറയാറുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ 1 ശമൂവേൽ 17 വലിയ നീണ്ട അധ്യായമാണ്. ഈ അധ്യായം മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവജനമാണ് ഇസ്രായേൽ. ഫെലിസ്തീൻ ഗോലിയാത്ത് വെല്ലുവിളിച്ചുകൊണ്ട് അവിടെ വരുമ്പോൾ ദൈവജനത്തിന്റെ നേതാവായ രാജാവായ ശൗലോ ഇവരിൽ ആരുമോ ദൈവത്തെ കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല. ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിക്കും, ഞങ്ങളുടെ ദൈവം ഞങ്ങളെ സഹായിക്കുമെന്ന് ഒരു വാക്കുപോലും ഇവർ പറയുന്നില്ല. ഞാനിത് വായിച്ചപ്പോ ചിലപ്പോൾ അതിശയം തോന്നിയിട്ടുണ്ട്. അതെന്താ, ഈ വലിയ വിപത്തിന്റെ മധ്യത്തിൽ നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം, നാം ദൈവജനമാണല്ലോ, ദൈവം നമ്മെ രക്ഷിക്കും എന്നൊരു വാക്ക് ഇവർ പറയുന്നില്ല. ശൗലും പറയുന്നില്ല, ഒരൊറ്റയാളും ദൈവം എന്നൊരു വാക്കുരിയാടുന്നില്ല. They did not see God in that whole scenario. ആ രംഗത്തെങ്ങും ദൈവത്തെ അവർ കാണുന്നില്ല. എന്നാൽ ദാവീദ് ആട്ടിടയനാണ്, യുദ്ധത്തിന് വന്നതല്ല, യുദ്ധം പരിചയമുള്ളവനല്ല, അവൻ ദൈവഭക്തനാണ്. അവൻ വന്നപ്പം മുതല് എന്താ പറഞ്ഞു തുടങ്ങുന്നത് നിങ്ങൾ കണ്ടോ? 26-ാം വാക്യത്തിൽ ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായി ഫെലിസ്തനാർ എന്ന് പറഞ്ഞു. നാം ഈ ഭാഗം വായിക്കുമ്പോൾ അതിന്റെ മുകളിലൊക്കെ എഴുതിയിട്ടുണ്ട് ഈ ഗോലിയാത്തിന്റെ സൈസ്, അവന്റെ വലിപ്പം, അവന്റെ ആയുധങ്ങളുടെ വലിപ്പം. പിന്നെ അവൻ വന്ന് നിന്ന് ജനത്തെ വെല്ലുവിളിക്കുമ്പോൾ ഇസ്രായേൽ മക്കള് എല്ലാവരും പേടിച്ചോടുക. അതാണ് അവരുടെ അവസ്ഥ. അവനെ വലിയ മല്ലനായി കണ്ട് അവർ പേടിച്ചോടുക. എന്നാൽ ദാവീദിന്റെ കാഴ്ചപ്പാട് കണ്ടോ? ദാവീദ് 26-ാം വാക്യത്തിൽ ഗോലിയാത്തിനെ വിളിക്കുന്നത് ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ, ദിസ് അൺസർക്കംസൈസ്ഡ് ഫിലിസ്റ്റൈൻ. അവനെ പരിഹസിച്ചുകൊണ്ട് നിന്ദിച്ചുകൊണ്ട് ദാവീദ് സംസാരിക്കുക. എന്നാൽ അതോടൊപ്പം അവൻ ദൈവത്തെ കുറിച്ച് പറഞ്ഞ കേട്ടോ,
ജീവനുള്ള ദൈവം. അപ്പോ ഈ യുദ്ധം ആര് തമ്മില? ജീവനുള്ള ദൈവവും അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ ആഗ്രഹിച്ച കാര്യം അതാണ്. ഇസ്രായേൽ മക്കൾ ദൈവജനമാണ്, ശൗല് അവരുടെ രാജാവുമാണ്. എന്നാൽ അവര് ഇതിനെ ഭീതിയോടുകൂടെ ഈ ഫെലിസ്ത്യനെ ഭയങ്കര മല്ലനായി കണ്ട് അവർ ഭയപ്പെട്ട് ഓടിയപ്പോ ആ രംഗത്ത് വന്ന ബാലനായ ദാവീദ് ആ മല്ലനായ ഗോലിയാത്തിനെ വെറും അഗ്രധർമ്മിയായി ഫെലിസ്ത്യനായി കണ്ടു. മാത്രമല്ല, ഈ 26-ാം വാക്യം മുതൽ അവൻ പറയുന്ന മുഴുവൻ ദൈവത്തെ കുറിച്ച്. നമുക്കെല്ലാം വായിക്കാൻ സമയമില്ല. 26-ാം വാക്യം ജീവനുള്ള ദൈവം, 36-ാം വാക്യം ജീവനുള്ള ദൈവത്തിന്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കുന്നു, 37-ാം വാക്യം എന്നെ രക്ഷിച്ച യഹോവ, 46-ാം വാക്യം യഹോവ ഇന്ന് നിന്നെ എന്റെ കയ്യിൽ ഏൽപ്പിക്കും, 47-ാം വാക്യം യുദ്ധം യഹോവയ്ക്കുള്ളത്. ദാവീദ് ഈ പടക്കളത്തിൽ നോക്കുന്നിടത്തെല്ലാം യഹോവയാ കാണുന്നത്. ശൗലും ഇസ്രായേൽ മക്കളും നോക്കുന്നിടത്തെല്ലാം ഗോലിയാത്തിനെയാ കാണുന്നത്. അവന്റെ വലിപ്പം, അവന്റെ ആയുധം, അവനെയാ കാണുന്നത്. അവനെ കണ്ട് പേടിച്ചോടുക. ദാവീദ് അവനെ കണ്ട് പേടിച്ചോടുന്നില്ല, അവനെ നിന്ദിച്ചു എന്ന് മാത്രമല്ല, ആവർത്തിച്ചാവർച്ച്. ഞാനിപ്പോ 5 വാക്യങ്ങൾ വായിച്ചു, ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ കാണുമായിരിക്കും. കുറഞ്ഞത് 5 പ്രാവശ്യം അവൻ പറയാണ് ജീവനുള്ള ദൈവം, ഇസ്രായേലിന്റെ ദൈവം, ജീവനുള്ള ദൈവം, എന്നെ രക്ഷിച്ച ദൈവം. അവന്റെ കാഴ്ചപ്പാട് കണ്ടോ? ഈ വലിയ പോരാട്ടത്തിന്റെ മധ്യത്തിൽ ഇസ്രായേൽ മക്കൾ ശത്രുവിനെ കണ്ട് ഭയന്നോടിയപ്പോ ദാവീദ് ജീവനുള്ള ദൈവത്തെ കണ്ട് ഉറച്ചു നിന്നു. ദാനിയേൽ പ്രവചനത്തിൽ പറയുന്ന പോലെ ദൈവത്തെ അറിയുന്നതിന് ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. നോക്കുക, ദാവീദ് ദൈവത്തെ കണ്ടു, ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ കണ്ടു. നാം കഴിഞ്ഞ ഇതിനു മുൻപ് ചിന്തിച്ച പോലെ സംഖ്യാപുസ്തകം 13-14 അധ്യായങ്ങൾ പറയുന്ന പോലെ 10 സ്പൈസ് ചാരന്മാര് ദേശം ഒറ്റുനോക്കിയവര്, അവര് മല്ലന്മാരെ കണ്ടു, ഫെലിസ്ത്യ മല്ലന്മാരെ കണ്ടു. എന്നാൽ യോശുവയും കാലേബും ദൈവത്തെ കണ്ടു. Majority of them saw obstacles, but Joshua and Caleb, they saw God in the midst of those obstacles. ഭൂരിഭാഗം ആളുകളും തടസ്സങ്ങളെ കണ്ടു, എതിരികളെ കണ്ടു. യോശുവയും കാലേബും ദൈവത്തെ കണ്ടു. 1 ശമൂവേൽ 17-ലും ഇസ്രായേൽ മക്കളുടെ കാര്യത്തിലും ശൗലും ഇസ്രായേൽ മക്കളൊക്കെയും ഗോലിയാത്തിനെ കണ്ടു ഭയപ്പെട്ടു. ദാവീദാകട്ടെ നോക്കുന്നിടത്തെല്ലാം ദൈവമാണ്, ജീവനുള്ള ദൈവം. ആ ദൈവത്തെ കണ്ട് ധൈര്യപ്പെട്ട് അവൻ മുന്നോട്ട് ഇറങ്ങി യുദ്ധം യഹോവയ്ക്കുള്ളത്, യഹോവ അവന് ജയം നൽകി. ഇനിയും പറയാനുണ്ട്, പലരുടെ കാര്യം ഇനിയും തിരുവെഴുത്തിലുണ്ട്. 2 നിലയിൽ കാര്യങ്ങൾ കണ്ടവരെ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പ് ലേഖനം 1-ാം അധ്യായത്തിൽ വായിക്കേണ്ട പറയുന്നുണ്ട്. ചിലര് പൗലോസ് അപ്പോസ്തലന് വിഷമം ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചാണ് പ്രസംഗിച്ചു. അസൂയ പിണക്കുന്നുണ്ട്. പൗലോസ് അവരെ കുറിച്ച് എന്താ പറഞ്ഞേ? ഈ കള്ള സഹോദരന്മാര് അവർക്ക് വരെ പണിയൊന്നുമില്ല എന്നാണ് പറഞ്ഞേ? പൗലോസ് പറയുക, ഏത് വിധേനയും അവർ ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്. പൗലോസിന്റെ കാഴ്ചപ്പാട് നോക്കി. നമ്മളാരെന്ന് എന്ത് പറഞ്ഞേന്? എനിക്ക് വിരോധമായി ചില കാര്യങ്ങൾ ചെയ്യുന്നവരോട് ഞാൻ എന്തായിരിക്കും ചിന്തിക്കുക, പറയുക? സാധാരണഗതിയിൽ പൗലോസിന്റെ കാഴ്ചപ്പാട് കണ്ടോ? തനിക്ക് വിരോധമായി തന്നെ ബുദ്ധിമുട്ടിക്കാനായിട്ട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളുകളെ നോക്കി പൗലോസ് പറയാണ്, അവരുടെ ലക്ഷ്യമൊക്കെ തെറ്റാണ്, പക്ഷെ സാരമില്ല, അവര് ക്രിസ്തുവിനെയല്ലോ പ്രസംഗിക്കുന്നത്, ഞാനതിൽ സന്തോഷിക്കുന്നു. പൗലോസിന്റെ കാഴ്ചപ്പാട്. വേദപുസ്തകത്തിൽ അനേക ആളുകളുടെ കാഴ്ചപ്പാട് ആത്മീയ കാഴ്ചപ്പാടായി. എന്റെ വാക്കുകളെ ഞാൻ അവസാനിപ്പിക്കട്ടെ. എന്റെ സഹോദരന്മാരെ, ജീവിതത്തിൽ നമുക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല നമ്മുടെ ജീവിതത്തിന്റെ നന്മയും തിന്മയും തീരുമാനിക്കുന്നു. നമുക്ക് സംഭവിക്കുന്ന കാര്യങ്ങളോട് നാം എങ്ങനെ പ്രതികരിക്കുന്നു, അതിനെ എങ്ങനെ കാണുന്നു, ഏത് ദൃഷ്ടിയിൽ നാം അതിനെ നോക്കുന്നു, അതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയവും ദുഃഖവും തീരുമാനിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ദൈവം തന്നെ കുറിച്ചും തന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും വാഗ്ദത്തങ്ങളെ കുറിച്ചും
ദൈവവചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ആ സത്യങ്ങളെ വിശ്വസിച്ച് അതിൻ്റെ അടിസ്ഥാനം നമുക്ക് ജീവിതത്തിലെ വിവിധമായ സാഹചര്യങ്ങളോട് പ്രതികരിക്കാം. എങ്കിൽ എത്ര വലിയ ദോഷകരമായ സംഭവം നമുക്ക് തോന്നുന്നതും നമ്മുടെ നന്മയ്ക്കായിട്ട് തീരും. സന്തോഷിപ്പാൻ, സമാധാനിപ്പാൻ, കർത്താവിനെ പോലെ കൂടുതലാകുവാനുള്ള അവസരമായിട്ട് അതിനെ കാണുവാൻ, ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുന്നോട്ട് പോകുവാൻ നമുക്ക് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഈ ആത്മീയ കാഴ്ചപ്പാടുള്ളവരായി തീരുവാൻ ഇന്നത്തെ ഈ യോഗ മുഖാന്തരം നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ. നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അനുദിനം എന്ത് സംഭവിച്ചാലും ശരിയായ ദൃഷ്ടികോണത്തിലൂടെ കാര്യങ്ങളെ നമുക്ക് കാണാം. ദൈവം നമ്മെ സഹായിക്കും.